അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നാടൻ ചിക്കൻ കറിയാണ്. നാടൻ ചിക്കൻ എന്ന് പറയുമ്പം ഇത് നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്ന ചിക്കൻ കട്ട് ചെയ്തെടുത്തതാണ്. വീട്ടിലൊക്കെ വളർത്തുന്ന ചിക്കനാണ് ഈ നാടൻ ചിക്കൻ. അപ്പോൾ ഇതിന് ഇച്ചിരി വേവൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ബക്രീദ് പെരുന്നാളൊക്കെ വരാൻ പോവുകയാണ്. അപ്പം നല്ലൊരു നാടൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം. അതിന് പറ്റിയൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ചിക്കനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അതിനുശേഷം ഒരു 3-4 പീസ് പട്ടയും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ഇട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് ഇളക്കിയ ശേഷം കുക്കർ അടച്ച് അടുപ്പിൽ വെച്ച് ഒരു 3-4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ചില ചിക്കന് നല്ല വേവായിരിക്കും, അതനുസരിച്ച് വേണം നമ്മൾ വിസിൽ കേൾപ്പിച്ചെടുക്കാൻ. അതിനുശേഷം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് വറുത്തെടുക്കാം. ഉണക്കമുളക് വറുത്തെടുത്ത ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. അത് ഒരുവിധം നന്നായി മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചതച്ചതായാലും മതി. ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നല്ല മണമായിരിക്കും നമ്മൾ വഴറ്റി എടുക്കുന്ന ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും തേങ്ങാക്കൊത്തിനുമല്ല. നാടൻ ചിക്കൻ കറി വെക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രമേ ആ ചിക്കന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കൻ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇനിയും വേഗമുണ്ട്. അത് നമ്മൾ ഈ ഗ്രേവിയിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേന് ശരിയായി കിട്ടും. അതിനുശേഷം കുറച്ച് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ എത്രയാണോ അതിനനുസരിച്ച് വേണം സവാള എടുക്കാൻ. അത് നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞ് അത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കാം. അപ്പം എരിവിനൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാൻ. ഇവിടെ ഞാനൊരു 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് വലിയ എരിവില്ലാത്തതാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർക്കുന്ന മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അങ്ങനെ അതിന് ശേഷം നമുക്ക് ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോയോ അല്ലെങ്കിൽ 2 ചെറിയ ടൊമാറ്റോയോ കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വഴണ്ട് കിട്ടുമ്പോഴത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിന് ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ കുക്കറിൽ വേവിച്ച് എടുത്തിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് തട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഈ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കുക്കറിൽ നിന്ന് തുറന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെല്ലാം എടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രേവിക്കൊന്നും ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയും ഇതിന് നല്ല വേവുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നന്നായിട്ട് ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം വെന്ത് കഴിയുമ്പോഴത്തെ നല്ല കുഴമ്പ് രൂപത്തിലാണ് ഈ കറി ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന വറ്റൽമുളക് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അതിനുശേഷം ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
പിന്നെ നമ്മളിത് ചേർക്കുന്ന ഒരു അരമുറി നാരങ്ങാനീരാണ്. നാരങ്ങാനീര് പിഴിഞ്ഞ് ഒഴിച്ച ശേഷം അങ്ങനെ അടച്ചു വെക്കാം. പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ മാത്രമേ ഇത് തുറക്കുകയും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോഴേക്കും ആ നാരങ്ങാനീരൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്ക്. അങ്ങനെ ഈ സ്പെഷ്യൽ ചേരുവയൊക്കെ ചേർത്ത് നല്ല നാടൻ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അരിറൊട്ടിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ തേങ്ങാച്ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ചിക്കൻ കറി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.